അർബൻ കളറിന്റെ പ്രോ വൈറ്റ് റീപ്ലനിഷിംഗ് നൈറ്റ് ക്രീമിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലോണം തന്നെ വൈറ്റൻ ചെയ്യാനും അതുപോലെ ഏതൊരു സ്കിൻ ടൈപ്പിനും നമ്മൾ കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഏതൊരു സ്കിൻ ടൈപ്പുള്ള ഏതൊരാൾക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമ്മുടെ വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിലോട്ട് ആഴത്തിൽ ഇറങ്ങി നല്ലൊരു തിളക്കം നമ്മുടെ സ്കിന്നിന് നൽകാൻ സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയും കൂടെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കമ്പനി നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ്. അതുപോലെ തന്നെ കണ്ടൻസ് മെയ്ഡ് ഇൻ ഇറ്റലി എന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ MRP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1599 രൂപയാണ് കേട്ടോ നമുക്ക്. അതുപോലെ ഈ ഒരു മോദി കെയർ കൺസൾട്ടന്റ് ആണെങ്കിൽ നമുക്ക് ഇതിന് ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ലഭിക്കുക. അങ്ങനെ നിങ്ങൾക്ക് മോദി കെയർ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബോട്ടിൽ ക്രീം ഇങ്ങനെ കേട്ടോ കാണാൻ കഴിയുക. കാരണം നല്ലൊരു ബോട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല നമുക്ക് കാണുമ്പോൾ തോന്നും ഗ്ലാസ് ടൈപ്പ് ആണോ എന്നൊക്കെ തോന്നും. പക്ഷെ ഗ്ലാസ് ടൈപ്പിലൊന്നുമല്ല, നല്ല എന്താ പറയാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോക്സിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ബുക്കും കൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് നമുക്ക് അർബൻ കളർ പ്രോവൈറ്റില് നമുക്ക് 4 പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ പ്രോവൈറ്റ് സീരീസിൽ വന്നിട്ടുള്ളത്. സിറം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രൈ ക്രീം, ലോഷൻ, നൈറ്റ് ക്രീം. അപ്പം ഇതില് നമുക്ക് ലോഷൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓയിലി സ്കിൻ, അതുപോലെ തന്നെ ഫോർ കോമ്പിനേഷൻ സ്കിന്നിനായിട്ടുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ്. അതുപോലെ ഡേ ക്രീം വന്നിട്ടുള്ളത് നമുക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്. അതുപോലെ സിറം നമുക്ക് ഓൾ സ്കിൻ ടൈപ്പ് ആണ്. അതേപോലെ നമുക്ക് നൈറ്റ് ക്രീമും ഓൾ സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ യൂസ് ചെയ്യാം. ഏതൊരു സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്കിൻ ടൈപ്പ് ആദ്യം അറിഞ്ഞിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. ചിലർക്കൊന്നും സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയാണ്ട് പലരും പല പ്രോഡക്റ്റും ഉപയോഗിച്ചിട്ട് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇങ്ങനെ കേട്ടോ കാണാൻ കഴിയുക. കാരണം നല്ലൊരു എന്താ പറയാ അടിപൊളി പാക്കിംഗ് ആയിട്ടാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഗ്ലാസ് ആണെന്ന് തന്നെ തോന്നുള്ളൂ കേട്ടോ. കാരണം നേരിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ. അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാക്കേജ് ആണ് കേട്ടോ. അത് പാക്കിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ ബോട്ടിലൊക്കെ നമുക്ക് അടപ്പൊക്കെ കണ്ടില്ല, നല്ല എന്താ പറയാ നല്ലൊരു തരം ക്വാളിറ്റി മെറ്റീരിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിട്ട് ഇതിന്റെ ക്രീം കാണാൻ പറ്റുന്നത്. നമുക്ക് എന്താ പറയാ നല്ല ഒരു തരം പശപ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല എന്താ പറയുക സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമുക്കിത് എന്താ പറയാ നോൺ ഗ്രീസി ടെക്സ്ചറാണ് ഇതിന് വന്നിട്ടുള്ളത്. പല ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഫേസിൽ ഒട്ടിപ്പിടിക്കണ പോലെ തോന്നുമല്ലോ. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. യൂസ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്തിന് നമുക്കത് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ പറയാ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ്സും റഫ്നെസ്സും എല്ലാം മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എല്ലാ ഡാമേജസും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ നമ്മൾ സിറം കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുക. അതിനാണ് നമ്മൾ സിറം ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സിറത്തിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുക്കട്ടെ. അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു സിറം ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആദ്യം നമ്മൾ ഫേസ് നമ്മൾ ക്ലൻസും ടോണിങ് കഴിഞ്ഞതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങാൻ നേരമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ സിറം അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ 2 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് നല്ലോണം തന്നെ അബ്സോർബ് ആവും. അതിന് ശേഷമാണ് നമ്മൾ നൈറ്റ് ക്രീം ഇടേണ്ടത്. നൈറ്റ് ക്രീം കുറച്ച് സിറം നമുക്ക് ഏകദേശം ഒരു 3 ഡ്രോപ്സ് ഒക്കെ മതിയാവും. അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ക്രീമും കുറച്ച് എടുത്താൽ മതി. നമ്മളെ ഫേസിലോട്ട് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അത് നമ്മൾ എല്ലായിടത്തും മസാജ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കിടക്കുക. നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നല്ലോണം തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ഒരൊറ്റ യൂസ് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ പിന്നെ നമ്മൾ ഈ ഒരു സ്കിൻ ടൈപ്പിൽ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ 1 ദിവസം 2 ദിവസം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടൂല. അല്ലെങ്കിൽ ഒരാഴ്ച ഒന്നും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പലർക്കും പല സ്കിൻ ടൈപ്പ് ആയിരിക്കും. അപ്പം സ്കിൻ ടോൺ ആയിരിക്കും. അതായത് ചിലരുടെ സ്കിന്നിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലരുടെ സ്കിന്നിന് കുറച്ച് സമയം പിടിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയായാലും ഒരു മന്ത് നമ്മൾ എങ്ങനെയായാലും കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നൈറ്റ് ക്രീമിൽ നിയാസിനാമൈഡ്, അതുപോലെ തന്നെ മൾബറിയുടെ എക്സ്ട്രാക്ട്, ഷിയ ബട്ടർ, ആൽമണ്ട് ഓയിൽ, അതുപോലെ സോഡിയം ഹൈഡ്രോണേറ്റ്,
പിന്നെ നമുക്ക് ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിലോട്ട് ഇതെല്ലാം നമുക്ക് ഈ ഒരു ഇതിൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ആഴത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല തിളക്കം നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സിറ ആയാലും നൈറ്റ് ക്രീം ആയാലും നമ്മൾ കണ്ണിന് തൊട്ട് താഴെ നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം അത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.